വിഴിഞ്ഞം തുറമുഖം അതിൻ്റെ കമ്മീഷനിങ് നടത്തി രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി. ഏറ്റവും അഭിമാനത്തോടെ നമ്മൾ ഓരോ മലയാളികളും തല ഉയർത്തി നിന്നത് നിമിഷം. ഒരുപക്ഷെ ഇന്നലത്തെ താരം ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, അത് ഈ വികസനത്തിൻ്റെ ഒക്കെ കപ്പിത്താനായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ആ ഒരു വാക്ക് പോകുന്നതേയില്ല, അങ്ങനെ നമ്മൾ അതും നേടിയെന്ന്. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ ആ വാക്കൊന്ന് കേട്ടതിന് ശേഷം വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകളിലേക്ക് നമുക്ക് കടക്കാം. അങ്ങനെ നമ്മൾ ഇതും നേടി. ഇത് കേരളത്തിന്റെ ദീർഘകാലമായ സ്വപ്നമാണ്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിമിഷമാണിത്. എല്ലാ രീതിയിലും അഭിമാനകരമായ നിമിഷം. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ട് എന്ന് പറയുമ്പോൾ ലോകത്തെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന പോർട്ടുകളിൽ ഒന്നായി ഇന്ത്യയുടെ ഈ പോർട്ട് മാറുകയാണ്. കേവലം ഒരു തുറമുഖ കവാടം തുറക്കലല്ല, മൂന്നാം മിലിനിയത്തിലെ വികസന സാധ്യതകളിലേക്കുള്ള രാജ്യത്തിൻ്റെ മഹാകവാടം തുറക്കലാണ്. ഇന്ത്യയെ സാർവദേശീയ മാരിടൈം വ്യാപാര ലോജിസ്റ്റിക്സ് ഭൂപട ശൃംഖലയിൽ കണ്ണിചേർക്കുന്ന മഹാസംരംഭം. ചരിത്രത്തിൻ്റെ വിസ്തൃതിയിൽ നിന്ന് വിഴിഞ്ഞത്തെ, നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ വിസ്മൃതിയിൽ നിന്ന് വിഴിഞ്ഞത്തെ വീണ്ടെടുത്ത് നവീകരിച്ച് വികസിപ്പിച്ചു സാർവദേശീയ തുറമുഖമാക്കി മാറ്റിയത് കേരളത്തിലെ LDF സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ്, നിശ്ചയദാർഢ്യമാണ്. വളരെ കൃത്യമായി മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട് വിഴിഞ്ഞം അങ്ങനെ ഇതും നമ്മൾ നേടിയെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ നമ്മൾ നേടിയെടുത്ത നേട്ടങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ്. പ്രധാനമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ മുഖ്യമന്ത്രി പറയുന്നു ഇത് LDF സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെ വിജയമാണ്. അതിന് ചെലവായ കണക്കുകളടക്കം മുഖ്യമന്ത്രി എണ്ണിപ്പറഞ്ഞു. പ്രധാനമന്ത്രി അത് കേട്ടിരുന്നു. അതിൽ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, 817 കോടി രൂപ വായ്പയായി നൽകിയത് മാത്രമാണ് ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ എന്നത്. അതും കേട്ടിരിക്കേണ്ടി വന്നു പ്രധാനമന്ത്രിക്ക്.